ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു ചെമ്മീൻ കറിയാണ്. ആദ്യം നമ്മൾ ചക്കക്കുരു നല്ല വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് ചട്ടിയിലേക്ക് ഇടുക. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ചക്കക്കുരു വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിക്കാം. ഇനി അത് ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും, ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടെ ചീന്തിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചത് വേവിക്കുക. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുക. ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും അത് വേകുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും ഒരു 2-3 വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ച് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനും ചക്കക്കുരും വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ ചക്കക്കുരു കറിയാണ് കേട്ടോ അത്. ഇപ്പോൾ ചക്ക സീസണാണല്ലോ, അപ്പോൾ ചക്കക്കുരുവിന് ഒരു കുറവുണ്ടാവില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് തിളച്ചിട്ട് നമുക്കിത് വറവിടണം. തേങ്ങ അരച്ച് ചേർത്തതാണല്ലോ, അപ്പോൾ ഒന്ന് തിളച്ചാൽ തേങ്ങ വേവണം. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലാണ് കേട്ടോ വറവിടുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞു കൊടുക്കുക. ചെറിയ ഉള്ളിയോ അതായത് വലിയ ഉള്ളിയോ ഏതായാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്താ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി. ചെറിയ ഉള്ളിയിൽ വറവിടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്താ ഉള്ളി നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിയിലേക്ക് നമ്മുടെ ചെമ്മീൻ ചക്കക്കുരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ അടിപൊളി ചെമ്മീൻ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.